ഒരു ചിന്താമാറ്റം നിങ്ങളുടെ മുഴുവൻ ദിനവും മാറ്റിയേക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ, ജാനകി എന്ന സ്ത്രീയുടെ ജീവിതകഥ കേട്ടു നോക്കൂ. താരതമ്യേന തിരക്കുള്ള ഒരു വൈകുന്നേരം, 6-6:30 മണി സമയം. ആ നഗരഹൃദയത്തിൽ അയാൾ എന്തോ ഒന്ന് തിരയുകയാണ്. അത് മറ്റൊന്നുമല്ല, തൻ്റെ കൈവശമുള്ള വസ്ത്രങ്ങൾ അയൺ ചെയ്യാൻ ഒരു ലോണ്ടറി ഷോപ്പാണ് അയാൾ തിരയുന്നത്. ബേക്കറി, ഹോട്ടൽ, ജ്വല്ലറി, സ്റ്റേഷനറി എന്നുവേണ്ട എല്ലാ സ്ഥാപനങ്ങളും അയാൾക്ക് ചുറ്റും അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ അയൺ ചെയ്യേണ്ട ലോണ്ടറി ഷോപ്പ് മാത്രം അയാൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ആ ദിവസം മുഴുവൻ ചെയ്ത ദീർഘദൂര യാത്രകൾ, ക്ലയൻറ്റ് മീറ്റിംഗ് എല്ലാം കൊണ്ടും അയാൾ ക്ഷീണിതനാണ്. എത്രയും പെട്ടെന്ന് തൻ്റെ ഹോട്ടൽ റൂമിലെത്തുക, വിശ്രമിക്കുക എന്നതിനപ്പുറം അയാൾ മറ്റൊന്നും തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും തൊട്ടടുത്ത ദിവസത്തെ മീറ്റിങ്ങിന് ആവശ്യമായ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് വാങ്ങുക എന്നുള്ളത് അയാൾക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ സ്വദേശവാസിയായ ഒരാളുടെ സഹായത്തോടെ ദൂരെ ആൽമര ചുവട്ടിൽ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നൊരു സ്ത്രീ അയാൾ കണ്ടെത്തുന്നു. അല്പം ആശ്വാസത്തോടെ അയാൾ ആ സ്ത്രീയുടെ അടുത്തേക്കെത്തി തൻ്റെ ആവശ്യമറിയിക്കുന്നു. തൻ്റെ പക്കലുള്ള പഴയ ഇസ്തിരിപ്പെട്ടിയിലെ കനലിൻ്റെ ചൂട് കുറഞ്ഞു പോയെന്നും പുതിയ കനൽ ചൂടായി വരാൻ അല്പസമയം ആവശ്യമുണ്ടെന്നും ആ സ്ത്രീ പറയുമ്പോൾ ശരി എന്ന ഭാവേന അയാൾ തലയാട്ടുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീക്ക് 60-65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. മെലിഞ്ഞുണങ്ങിയ ശരീരം. അവരുപയോഗിക്കുന്ന ആ ഇസ്തിരിപ്പെട്ടി എടുത്തു പെരുമാറാൻ പോലും കഴിയാത്ത ശരീരപ്രകൃതവും ആരോഗ്യവുമാണ് അവർക്കുള്ളത്. ആ ചെറിയ ഇടവേളയിൽ അയാൾ അവരോട് ചോദിച്ചു, എന്താണ് അമ്മയുടെ പേര്, എവിടെയാണ് വീട്, ഈ ജോലിയിൽ നിന്നും എന്ത് വരുമാനം കിട്ടും? തൻ്റെ പേര് ജാനകി. ഒരു ചെറു പുഞ്ചിരിയോട് അവർ പറഞ്ഞു. നാഗർകോവിലാണ് സ്വദേശം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരത്തിലെത്തിയതാണ്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണപ്പെട്ടു. ശേഷം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട താൻ തൻ്റെ ഇളയ സഹോദരിയോടൊപ്പം അല്പം അകലെയായി ചെറിയൊരു വാടക വീട്ടിൽ താമസിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ തനിക്ക് 300 രൂപ ലഭിക്കുമെന്ന് വളരെ സന്തോഷത്തോടെ പറയുന്ന ജാനകിയെ അത്ഭുതത്തോടു കൂടി അയാൾ നോക്കി നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രസ്സെല്ലാം നന്നായി അയൺ ചെയ്ത് പാക്ക് ചെയ്ത് അവർ അയാൾക്ക് നൽകി. എത്രയായി? 15 രൂപ. അയാൾ തൻ്റെ പേഴ്സിൽ നിന്നും 100 രൂപ അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, അമ്മ ഇത് വെച്ചോളൂ. ആ നിമിഷത്തിൽ ആ സ്ത്രീയുടെ മുഖത്തുണ്ടായ സന്തോഷം അയാളെ വീണ്ടും അത്ഭുതപ്പെടുത്തി. തനിക്ക് ലഭിക്കേണ്ട 15 രൂപയ്ക്ക് പകരം 100 രൂപ ലഭിച്ച സന്തോഷത്തിലും അവർ അയാളോട് പറഞ്ഞു, മകൻ ഇനിയും വരണം, ഇനി വരുമ്പോൾ പൈസ തരേണ്ട. ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ അയാളും തിരികെ നടന്നു. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ദിവസവും ആവശ്യത്തിനും അനാവശ്യത്തിനും എത്ര രൂപ ചിലവഴിക്കുന്നു? നമ്മുടെ ഒരു നേരത്തെ വീക്കെൻഡ് ഡിന്നറായി നമ്മൾ ആയിരങ്ങൾ ചിലവഴിക്കുന്നു. ഈ തിരക്കുള്ള ജീവിതത്തിൽ നമുക്കും ജാനകി എന്ന സ്ത്രീക്കും 300 രൂപയുടെ വില ഒരേപോലെയല്ല. രാജ്യം നഷ്ടപ്പെട്ട് രാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും സ്വാഭിമാനത്തിന് വില നൽകി കാനനത്തിൽ ജീവിച്ച സീതയെപ്പോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഈ വാർദ്ധക്യ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ആരോഗ്യം പോലും പ്രതികൂലമായിട്ടും തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പോരിട്ട് സ്വയം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ജാനകിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരോരോരുത്തരും നമുക്ക് ഇൻസ്പിറേഷനാണ്. വിജയം അന്തിമമല്ല, പരാജയം അപകടകരവുമല്ല, തുടർന്ന് നിൽക്കുവാനുള്ള ധൈര്യമാണ് നിർണായകം. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഈ വാചകം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നമ്മുടെ ഇല്ലായ്മകളിൽ ഓർത്ത് പരിഭവം പറയുകയോ പരാതിപ്പെടുകയോ ചെയ്യുകയല്ല. നമുക്കുള്ള പ്രതിസന്ധികളെ, ആ സാഹചര്യങ്ങളെ, അതിനെ ആത്മവിശ്വാസത്തോടെ നേരിടുക. അകലെയല്ലാതെ വിജയം നമ്മളെയും തേടിയെത്തും.